എങ്ങനെയുണ്ട്? അതാ പുറത്തേക്ക് പോയിട്ടില്ല. ഓളന്നെ വെച്ചിട്ട് അടിപൊളി പറഞ്ഞ കേട്ടോ. ഇട്ടേക്കണേ പറയാ എന്തൊക്കെ ഇട്ടുക്കണു. ഇത് സുനീറാന്റെ സ്പെഷ്യൽ മന്തിയാണ്. എവിടുന്നോ കണ്ടുപിടിച്ച് വന്നിക്കത്രേ. നമ്മള് അന്നുണ്ടായിരുന്ന സ്പെഷ്യൽ അല്ല, ഇത് വേറെ സ്പെഷ്യൽ ആണോ. എന്തൊക്കെ ഇട്ടെന്ന് പറയും? പട്ട, ഗ്രാമ്പു, ഏലക്ക, മാഗി ക്യൂബ്, പിന്നെ ഉപ്പ്, എണ്ണ, വെളുത്തുള്ളി. അപ്പൊ ആദ്യം വെള്ളം വെക്കുക, പിന്നെ അതിക്ക് തയ്യെ പറഞ്ഞ ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൽ ചിക്കന് വേവിക്കുക. ഇനി റെസിപ്പി ഞാൻ പറയണമെങ്കിൽ കുറച്ച് കഴിയും അല്ലേ. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നോളും. ഞാൻ കുളിക്കാൻ പോട്ടെ കേട്ടോ, കുളിച്ചിട്ട് വരാം കേട്ടോ. കാണാനൊരു ലുക്കിൽ തന്നെ ഉള്ളൂ, ആള് ഭയങ്കരനാല്ലേ. അപ്പം അത് ചിക്കൻ ഇതേപോലെ പുഴുങ്ങിയെടുക്കുന്നുണ്ട്. ഫുള്ള് ഒരു ചെമ്പ് വെള്ളത്തിൽ ചിക്കൻ പുഴുങ്ങിയെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വെള്ളത്തിലാണ് റൈസും കൂടി വേവിച്ചെടുക്കുക, ചിക്കൻ പുഴുങ്ങിയത് മാറ്റി വെച്ചിട്ട്. ഓക്കെ, പുഴുങ്ങിയ ചിക്കൻ ഇതാ ഇതൊക്കെ കോരി മാറ്റാം കേട്ടോ. അതിൽ എന്തൊക്കെയാണ് മല്ലിച്ചപ്പും പുതിനയും, മല്ലിച്ചപ്പും പുതിനയും മാത്രം കട്ട് ചെയ്തിട്ടേക്ക് നമ്മൾ പുഴുങ്ങിയ ചിക്കന്. ഇത് എവിടുന്ന് കണ്ടുവരുന്ന റെസിപ്പിയാണെന്നറിയില്ല, സംഭവം ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കൊണ്ട്. ഇങ്ങനെ ഫുഡ് വെക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള പോലെയൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ, നമുക്ക് കഴിക്കാം. ഈ വെള്ളം കുടിച്ചാൽ ഭയങ്കര ടേസ്റ്റിയായ കാരം, കുടിച്ചു നോക്കാം. ഇതെന്താ ഇട്ട് കൊടുക്കണേ? ഇനി അതിലേക്ക് ചെറിയ ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്രഷ് ചെയ്താൽ മതി അല്ലേ, നല്ല രീതിക്ക് ക്രഷ് ചെയ്തിട്ട്. അപ്പത്തിനും ഇവിടെ റൈസ് ഇടുന്നുണ്ട്. നമ്മൾ ആ ചിക്കനെ വേവിച്ചെടുത്ത ആ ഒരു വെള്ളത്തേക്കാണ് ഈ റൈസ് ഇടുന്നത്, അതായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ അടുത്തത് ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫുള്ളല്ലേ, ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എത്രയാണ് ചിക്കന്? പിന്നെ ഇതെന്താ ഓർക്കനെ പറഞ്ഞോ? മന്തി മസാല. മന്തി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുരുമുളക്, മറ്റേയാള് കുരുമുളക്. നെക്സ്റ്റ് മുളക് പൊടി നല്ല ഇട്ട് കൊടുക്കണ്ടല്ലോ. നല്ല ഇതുണ്ടമ്മ. ആ മുളക് പറ പറഞ്ഞാൽ മതി. മിക്സ് ചെയ്യുക. അല്ല സോറി, കടുക് പറ പറഞ്ഞാൽ മതി. നമ്മളെ കളറിനെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുളക് ഇട്ടാൽ ആസനം എന്താവും? ഏത് ഈ വെളുത്തുള്ളി വേണ്ടതാ? അല്ല, വെളുത്തുള്ളി മകൾ പുതിയ മന്തി പഠിച്ച് വന്ന് പരീക്ഷണാണമ്മ. എന്താ പറയാനുള്ളത്? ആ, അതുകൊണ്ട് ഉമ്മ വേറെ ചോറ് വെക്കുന്നുണ്ട് എന്നാണ് പറയണത്. അപ്പോൾ ആ ഗ്യാപ്പിൽ ഓള് കുറച്ച് ഓയിലും കൂടി പറഞ്ഞു കൊടുത്തു കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് പറഞ്ഞു കൊടുത്തേക്കണത്. അതും കൂടിയും കൂട്ടി മിക്സ് ചെയ്യുക. ഇത് എന്താ പറയുക, നമ്മളെ അട്ട മസാലകളൊക്കെ അല്ലേ, ഈ സെപ്പറേറ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഗൈസ് വേണമെങ്കിൽ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. ചോദിച്ചതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി എടുക്കുന്നത്. ഇതെന്തൊക്കെയാണ്? ഇത് ഇനി മുക്കാൽ ഭാഗം കുക്കായ ചിക്കന് ഇതേപോലെ പാനിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മുരിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് അല്ലേ മുറിച്ചെടുക്കുക. ആരും ഒന്നും പറയുന്നില്ല. അപ്പോഴത്തേക്ക് നമ്മളെ റൈസ് ഇവിടെ ഇങ്ങനെ തളന്ന് തിളക്കുന്നുണ്ട്. കുക്കറിലാണ് ദമ്മിടുന്നത്. അപ്പോൾ ഇതാ കൊട്ടി കൊടുക്കുന്നുണ്ട് കുക്കറിൽ. ഇതിൻ്റെ റെസിപ്പി പിന്നിടാം അല്ലേ, അല്ലെങ്കിൽ ഓള് വിശദമായിട്ട് പറഞ്ഞു തരും. അതാ പുറത്തേക്ക് പോയിട്ടില്ല, കുറച്ച് പോയിട്ടുള്ളൂ. സോറി, മജ്ജ് വരികയല്ലേ നല്ലത്. കൊള്ളൂലമ്മ, കുറച്ച് അവിടെ പോയിട്ടുള്ളൂ.
ഞാൻ ഈ ഒരു മന്തിയുടെ റെസിപ്പി സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു തരാം കേട്ടോ. ഓവർ പണിയൊന്നുമില്ല ഇത് വെക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഫസ്റ്റിൽ തന്നെ കുറച്ചധികം വെള്ളം വെക്കുക ചെമ്പിൽ. അതിൽ നമ്മൾ ഏലക്ക, പട്ട, ഗ്രാമ്പൂ, അങ്ങനെയുള്ള കുരുമുളക്, സൺഫ്ലവർ ഓയിൽ, അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഇട്ടതിന് ശേഷം അങ്ങനത്തെ ഐറ്റംസൊക്കെ വെള്ളത്തിലിട്ടിട്ട് വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഒരു 3/4 വേവാകുമ്പോൾ ആ ചിക്കനെ ഒന്ന് കോരി മല്ലിച്ചപ്പും പുതിനയുള്ള ഒരു പാത്രത്തിൽ കിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് ആ ചിക്കൻ വേവിച്ച വെള്ളം ഉണ്ടാവില്ല, അതായത് ഇതേപോലെ നമ്മൾ ചിക്കൻ അതിൽ നിന്ന് കോരി മാറ്റി കഴിഞ്ഞാൽ അതിലുള്ള ആ ഒരു വെള്ളത്തിലാണ് നമ്മൾ റൈസ് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. ബസ്മതി റൈസാണ് ഉപയോഗിച്ചത്. അതൊന്ന് നല്ല രീതിയിൽ വേവിച്ചെടുക്കുക, എന്നിട്ട് ഊറ്റി മാറ്റി വെക്കുക കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ആ ഒരു 3/4 ഭാഗം കുക്കായ ചിക്കൻ ഇതേപോലെ മസാലയൊക്കെ പരട്ടി, ഞാനതിൽ എന്തൊക്കെ മസാല ഇട്ടെന്ന് ഫസ്റ്റിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ മസാലയൊക്കെ ഇട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ ചെറിയൊരു പാൻ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കുക. അതായത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കൂലേ, അതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഒരു അൽഫാമിൻ്റെ ഒക്കെ ടേസ്റ്റ് വരും. പിന്നെ ഈ ഒരു ഫ്രൈ ചെയ്ത ചിക്കൻ അടിയിലിട്ടിട്ട് ആ ഒരു റൈസ് അങ്ങോട്ട് ദമ്മിട്ടാൽ മതി. മുകളിൽ കുറച്ച് പച്ചമുളകും നാരങ്ങയും ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ജസ്റ്റ് ഒന്ന് പുകച്ചെടുത്താൽ മതി. ഇത് ബാക്കി വന്ന ചിക്കൻ റൈസാണ്, അതും കൂടി സെപ്പറേറ്റ് ഒന്ന് ദമ്മിട്ടെടുത്തിരുന്നു. അപ്പോൾ ഇതേപോലെ ദമ്മിടുക. ചെറിയൊരു പാത്രത്തിൽ കുറച്ച് കനലെടുത്തിട്ട് അതിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ദമ്മിടണമെന്നും പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ, സാധാ മന്തി ദമ്മിടണ പോലെ തന്നെ. അതിൽ പ്രത്യേകിച്ചിട്ട് ആ ഒരു റൈസ് വേവിച്ച വെള്ളമല്ലേ, അത് കുറച്ച് ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ദമ്മിടുന്ന സമയത്ത് ഈ സൈഡ് കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ റെഡ് കളർ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. സുനീറാക്ക് ഈ ഫുഡ് ഉണ്ടാക്കി നോക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഏതെങ്കിലും റെസിപ്പി കിട്ടിക്കഴിഞ്ഞാൽ അത് പരീക്ഷിക്കുള്ളൂ. അപ്പോൾ ഒരു പ്രാവശ്യം പരീക്ഷിച്ചിട്ട് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ ഇപ്പോൾ ഹോസ്റ്റലിലൊന്ന് ഉണ്ടാക്കി നോക്കിയെന്ന് പറഞ്ഞു. പിന്നെ അതാ ലാസ്റ്റ് നമ്മൾ ഈ ഒരു സൺഫ്ലവർ ഒഴിച്ചതിൻ്റെ ആ ഒരു പുക പോകുന്നതിന് മുന്നേ തന്നെ ആ ഒരു കുക്കർ അടച്ചിടണം കേട്ടോ. എന്നാലേ ഉള്ളൂ ആ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ. മോനുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓൾ ഇങ്ങനത്തെ എന്തെങ്കിലും പരീക്ഷിക്കണത്. അപ്പോൾ വെറൈറ്റി കഴിക്കാമല്ലോ. അവിടെ ഒരു മന്തിയൊക്കെ ദമ്മിട്ട ഗ്യാപ്പിൽ ഞാൻ വേഗം സൈനമാർക്ക് ഓടുകയാണ് കേട്ടോ. ഞാൻ വെക്കാൻ കൂടിയിട്ടില്ലെങ്കിലും എനിക്ക് വീഡിയോ എടുക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ വേണം. പിന്നെ ഞാൻ ഫസ്റ്റ് രാവിലെ ഒന്ന് പോകാൻ വേണ്ടി പുറപ്പെട്ടു. പിന്നെ ഇങ്ങനെ മന്തി വെക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അവിടെ തന്നെ നിന്നാണ് കേട്ടോ. വീട് പണി നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ വീടൊന്ന് പോയി കാണാൻ വേണം. പിന്നെ സൈനമാനെ പെരുന്നാളായിട്ട് കണ്ടിട്ടില്ല, അപ്പോൾ അങ്ങനെ പോയതാണ് കേട്ടോ. പക്ഷേ വർത്താനം പറഞ്ഞിരുന്ന് വീട് പണി നടക്കുന്നിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് മറന്നു കേട്ടോ. പിന്നെ ഫുഡ് റെഡിയാക്കി വെച്ചേക്കണു, വാവ് കഴിക്കാൻ കാരണം മീറ്റ് വിളിച്ചപ്പോൾ പെട്ടെന്ന് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ പിന്നെ ചെറിയതും കുട്ടികളൊക്കെ വന്നിക്കണു. അനുമോൻ പിന്നെ ഫുൾ ടൈം അവിടെ തന്നെ കേട്ടോ. ഞാൻ എത്തിയപ്പോഴത്തേക്കും മന്തി മിക്സ് ചെയ്ത് വിളമ്പലോടത്തേക്കുണ്ടോ. ഫൈസലും സ്വത്തൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഓലെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുട്ടോ. പിന്നെ നമ്മൾ അനു ഉണ്ട്, കള്ളത്തി കുട്ടീനെ ഒന്നും കൊണ്ടാതെ ഒറ്റക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഓള് ഫുഡ് അടിപൊളിയാന്നൊക്കെ പറയുന്നുണ്ട്. ഓരോരുത്തരെ അഭിപ്രായം ഇങ്ങനെ കിട്ടുമ്പോൾ ഉണ്ടാക്കിയ ആൾക്ക് ഭയങ്കര സന്തോഷമാക്കാറില്ലേ. അപ്പോൾ നിധിയും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ സുനീറിയും സ്വയം കഴിച്ചിട്ട് നല്ല അഭിപ്രായം തന്നെയാണ് കേട്ടോ പറയണത്. എങ്ങനെയുണ്ട്? ഓള് ഉളഞ്ഞു വെച്ചിട്ട് അടിപൊളി പറഞ്ഞു കേട്ടോ. ഗായ്സ്, അപ്പം നമ്മൾ കഴിക്കട്ടെ. ഫുഡ് കഴിക്കലെങ്കിൽ നേരെ ഞാൻ സിങ്കിലൊന്ന് പാത്രം കഴുകാൻ പോയിൻ്റെ കോലാണ്. നല്ല പൂക്കളം പോലെയല്ലേ സംഭവം. ഈ പാത്രം കഴുകിയപ്പോൾ ആ പാത്രത്തിൻ്റെ മുകളിൽ വീണ് പൊട്ടിയതാണ് കേട്ടോ. ഓലോടെ പൊട്ടലില്ലേന്നാവും. കേട്ടില്ലേ സുനീറ പറയണത് പൂ പോലെ കിടക്കണമെന്ന്. അപ്പോൾ എന്തായാലും പൊട്ടിച്ചാലും അത് നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ഞാൻ പൊട്ടിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഒന്നാം പെരുന്നാൾക്ക് ഞാൻ പുതിയ ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അത് രണ്ടാം പെരുന്നാൾക്ക് ഞാൻ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് മാറ്റി ഒരുങ്ങി നിൽക്കുന്നുണ്ട്. ഈ ഡ്രസ്സ് നിതാൻ്റെ മൂത്തമ്മ വന്നിക്കണു പെരുന്നാളായിട്ട്. മൂത്തമ്മാൻ്റെ വക എടുത്തുന്ന ഡ്രസ്സാണ് കേട്ടോ. എനിക്കും സുനീറാക്ക് കൊടുത്തുക്കണു. അപ്പോൾ എൻ്റെ ടോപ്പ് ഇതാണ്, സുനീറാൻ്റെ ഇതാണ്. രണ്ടും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഒന്ന് അലനല്ലൂർ വരെ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയുണ്ടോ. ഞാൻ പുതിയ ഡ്രസ്സ് ഒന്നാം പെരുന്നാൾക്ക് ഇടാത്തതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. മറ്റുള്ളൊക്കെ പഴയ ഡ്രസ്സ് ഇട്ടിട്ടാണ് കേട്ടോ മാറ്റി റെഡി ആയിക്കണേ. മോനും അലനല്ലൂർ വരെ ആക്കി തന്നു ഓഫീസ്ക്ക് പോരുന്ന വഴി. പിന്നെ ഞങ്ങൾ തിരിച്ച് ബസ്സിന് പോകണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളെ സ്വാമിയുടെ മുന്നിൽ ഇറക്കി തന്ന് പോയിട്ടോ. ഫസ്റ്റ് ഞങ്ങൾ സ്വാമിയിലേക്കാണ് കയറുന്നത്. രണ്ടാം പെരുന്നാളായിട്ട് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാനാണ് കേട്ടോ പോയി നിൽക്കുന്നത്. അപ്പോൾ സുനീറാക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ല. ഓൾ അവിടെ നിന്ന് വന്നപ്പോൾ ഡ്രസ്സ് എടുക്കാതെയാണ് വന്നത്. എങ്ങനെ ഏതാ മെറ്റീരിയലോ? ഏതാ മെറ്റീരിയൽ? റേറ്റ് പറയേ. ഞങ്ങൾ കയറി ചെന്ന ടൈമിൽ എടുത്തരാൻ ആളില്ലാണ്ട് സച്ചു അനുമോടിയും കയറിങ്ങാണ്ട് ഓരോ ടീഷർട്ട് എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ സച്ചുവിന് ഈ ടീഷർട്ടാണ് കേട്ടോ എടുത്തത്. അനുമോനിക്ക് ഈ ഒരു ടീഷർട്ടും ആണ് എടുത്തത്. അവിടുന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അനുമോൻ്റെ ഡ്രസ്സൊക്കെ അനുമോൻ തന്നെ ഉണ്ടോ സെലക്ട് ചെയ്യുക. പിന്നെ അമ്മക്ക് വേണ്ടിയിട്ട് നൈറ്റി നോക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു നൈറ്റി കാണാൻ വേണ്ടിയിട്ട്. കഫ്താനിയൊക്കെ മോഡല്, പക്ഷേ കഫ്താനല്ല, നല്ല ഒരു മെറ്റീരിയൽ, നല്ലൊരു പ്രിന്റ്. സുനീറ അമ്മക്കും മുത്തമ്മക്കും ഓരോ നൈറ്റി എടുത്തിട്ടോ. പിന്നെ അതാ സെറ്റ് ചുരിദാറിൻ്റെ സെക്ഷനിലാണ് നമ്മൾ കോട്ടൻ്റെ സെറ്റ് ചുരിദാർ കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. സുനീറാക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഓൾക്ക്
ഓൾക്കൊന്നും ഇഷ്ടമായിട്ടില്ല കേട്ടോ. ഓൾക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. എടുക്കാൻ പോയി കഴിഞ്ഞാൽ നല്ലതാണോ ഇഷ്ടമായോ ഇട്ട് നോക്കിയാലും ഭയങ്കര കൺഫ്യൂഷനാണ്. പക്ഷേ ഓൾ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ ഓൾ സെലക്ട് ചെയ്ത് എടുത്തിട്ട് തന്നെ വരുള്ളൂ കേട്ടോ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓൾക്ക് എടുക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പോൾ ഇതാ ഈ ഒരു പച്ചക്കളറൊക്കെ നല്ല രസമുണ്ടായിട്ട് ഒരു മൈലാഞ്ചി പച്ചക്കളറായിരുന്നു. കോട്ടൻ്റെ ചുരിദാർ സെറ്റ് കാണുമ്പോൾ എടുക്കാൻ നല്ല ആഗ്രഹം ഉണ്ടാവും കേട്ടോ. പക്ഷേ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ നമുക്ക് പാർട്ടി വെയറേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ പാർട്ടി വെയർ എടുക്കും. പിന്നെ നമ്മൾ അല്ലാതെ എടുക്കുന്ന ടൈമിൽ ടോപ്പ് എടുക്കുള്ളൂ. പക്ഷേ ഇതേപോലെ കോട്ടൻ്റെ സെറ്റ് ചുരിദാർ ഇനി ഒന്ന് എടുക്കണമെന്ന് മനസ്സിലിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് കേട്ടോ. പിന്നെ അത് ലാസ്റ്റിൽ എനിക്ക് ഇഷ്ടമായതാണ് ഈ ഒരു കോട്ടൻ്റെ സെറ്റ്. ഒരു രക്ഷയില്ല, അടിപൊളിയാണ് കേട്ടോ. നേരിട്ട് കാണാനാണെങ്കിൽ നല്ല ഭംഗിയുണ്ട്. ഇതിൽ 3 പീസാണ് കേട്ടോ. അതിൻ്റെ പാൻറ്റും വരുന്നുണ്ട്. പക്ഷേ ടോപ്പും ഷാളും മാത്രമാണ് ഓൾ ഇട്ട് നോക്കിയത്. പക്ഷേ സൈസ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് മുഖം ഇങ്ങനെ കേട്ടോ. ഇത് 4XL അതിന് മുകളിൽ ഏതോ ഒരു സൈസാണ് കേട്ടോ വരുന്നത്. നല്ല ലൂസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവണില്ല, പക്ഷെ നല്ല ലൂസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് മുതൽ നമ്മൾ ചുരിദാർ വെട്ടിയടിക്കണ പോലെ അടിച്ചണം കേട്ടോ. ലാസ്റ്റ് ഞങ്ങൾ വൈറസിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നാണ് ഈ ഒരു സെറ്റ് ചുരിദാർ ഇഷ്ടമായത് കേട്ടോ. പിന്നെ അതാ തൊട്ടപ്പുറത്ത് ഓല കടയിൽ നിന്ന് തന്നെ പാക്ക് സച്ചിൻ്റെ വക ഒരു ഷർട്ടും വാങ്ങിക്കണം കേട്ടോ. അവിടുന്ന് സുനീർ ഒരു നോർമൽ മെറൂൺ ടോപ്പ് എടുത്ത് ഇറങ്ങി കേട്ടോ. കാരണം സെറ്റ് ചുരിദാർ നമുക്ക് ഇഷ്ടമായി, പക്ഷെ സൈസ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ നമ്മൾ ട്രെൻഡ്സിലാണ് കയറിയത്. ട്രെൻഡ്സിൽ നമ്മളെ കുട്ടി സബ്സ്ക്രൈബർമാരൊക്കെ ഉണ്ടായിട്ടോ. അന്ന് മുണ്ടൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നേരെ കയറിയത് ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല നല്ലൊരു പൊട്ടുമിക്ക കടകളിലും കയറാൻ പറ്റാത്തൊരവസ്ഥയാണെന്ന് അറിയാലോ. പൊടിയും കാര്യങ്ങളും കട കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ പാവം തോന്നിട്ടോ. ഇത് ഓല തെറ്റല്ല, ഈ പൊടിയും കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ വീണത്. ആ റോഡ് പണി കഴിയണ വരെ അവൾക്ക് ഇങ്ങനെ തന്നെ കാരണം. അല്ല നല്ലൊരു ഒരുപാട് കടകൾ ഇതേപോലെ ബുദ്ധിമുട്ടിയിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത് കണ്ടപ്പോൾ എത്ര ആൾക്കാർ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് ഇങ്ങനെ തോന്നിപ്പോയിട്ടോ. ഇവിടെ നമുക്ക് കയറി ഇരിക്കാൻ പോലും സ്ഥലമില്ലാത്ത പോലെയായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ അവിടെ ഇരുന്ന് അവിടുന്ന് വാങ്ങും കുടിക്കും കഴിക്കുകയൊക്കെ ചെയ്തു. കാരണം അതുപോലെ തെറ്റല്ല ഈ പൊടിയും കാര്യങ്ങളൊന്നും. ഞങ്ങൾ കഴിക്കാൻ കയറിയ ടൈമിൽ മോനു ടീഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു കേട്ടോ. ഞങ്ങൾ കഴിക്കലും കുടിക്കലൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിൽ കണ്ടിട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ 2ാം പെരുന്നാളും സുനീറാൻ്റെ ഷോപ്പിംഗ് വ്ളോഗും ഒക്കെ. പെരുന്നാളായിട്ട് 2 ദിവസം ഷൈൻ ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ഞങ്ങൾ ഇതാ 2 ആളും കൂടി ഇറങ്ങിക്കൊണ്ട്. ഞാൻ മാളിക്കുന്നിലായിരുന്നു. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം നാത്തൂൻ്റെ പെരേക്കാണ്. അവിടെ കുറച്ച് മുട്ടായും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് കേട്ടോ. അവിടെ തന്നെ ഉള്ളൊരു കടയിൽ. പിന്നെ ഇതാ ചെന്ന് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചോറ് കഴിച്ചു. ബിരിയാണി ആവുമോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ആയില്ല. വെറും ചോറും നല്ല അടിപൊളി കറികളും കൂട്ടാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 2 ദിവസമായിട്ട് ബിരിയാണി മന്തിയും തിന്ന് മടുത്തിരിക്കുന്ന ടൈമിലാണ് ഈ ഒരു പയറുപ്പേരി, മോരുകറി, പപ്പടം, അച്ചാറ്, കടുമാങ്ങ അച്ചാറ്, പിന്നെ ബീഫ് വരട്ടിയത്, ചിക്കൻ്റെ നമ്മളെ ബിരിയാണിയിലുള്ള ഒരു മസാല ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ്. ഫുഡേക്കലൊക്കെ കഴിഞ്ഞ് എൻ്റെ തൂക്കം നോക്കിയപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് നട്ടിട്ടോ. 60 കിലോനായിക്കണു. 59 ആയിരുന്നു. അത് പെട്ടെന്ന് 60ക്ക് പോയിട്ടോ. നല്ല തടിയൊക്കെ ഉണ്ട് ഇപ്പോൾ. പിന്നെ അതാ 4 മണിയായപ്പോഴത്തേക്കും ചായയും ചിപ്സൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പുഴയ്ക്കാണ് പോയത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പുഴയ്ക്കൊന്ന് പോകുക എന്നുള്ളത് മസ്റ്റാണ്. ഞങ്ങളവിടെ എത്തിയ ടൈമിൽ ഒരാൾ നിസ്കരിക്കുന്നുണ്ടായിരുന്നു. അസർബാൻ കൊടുത്ത ആ ഒരു ടൈമിലൊക്കെ ഞങ്ങളവിടെ എത്തിയത്. അപ്പോൾ നിസ്കരിക്കുന്നുണ്ടായിരുന്നു. കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. ആൾക്ക് ഇഷ്ടമുണ്ടോ ഇല്ലെന്നൊന്നും അറിയില്ല കേട്ടോ. ഞാൻ അറിയാതെയാണ് വീഡിയോ എടുത്തത്. അളിയാക്കാൻ അറിയുന്ന ആരെങ്കിലും തന്നെ ആയിരിക്കും കേട്ടോ. കാരണം അവിടെ തൊട്ടടുത്തുള്ള ആൾക്കാർ തന്നെയല്ലേ. പിന്നെ അതാ പെരുന്നാൾക്ക് പുതിയ ഡ്രസ്സ് വന്നിട്ട് പുറത്തിറങ്ങിയില്ല എന്നുള്ള എൻ്റെ പരാതി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്, പെരുന്നാൾ ഡ്രസ്സ്. പക്ഷെ അത് ലീവൊക്കെ പറഞ്ഞു വന്ന് ഞങ്ങൾ പോകാൻ വിചാരിച്ചത് മലമ്പുഴ കവയ്ക്കാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു ഇവിടേക്ക് പോരാ, വല കണ്ടിട്ടില്ലല്ലോ, പോന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇവിടേക്ക് പോന്നു. എവിടേക്കാണെങ്കിലും കൊണ്ടുപോകാൻ ഷാ റെഡി ചെയ്യുന്നുണ്ടോ. പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല, അന്നത്തെ ദിവസം പോകാനൊരു മൂഡുണ്ടായില്ല. കാരണം ദൂരം എവിടേക്കും പോകാനൊരു മൂഡുണ്ടായില്ല കേട്ടോ. ഹെൽത്ത് ഓക്കെ അല്ലായിരുന്നു. അതുകൊണ്ടാണ് പോകാൻ തീരെ ഒരു മൂഡ് കിട്ടിയില്ല. ഇവിടേക്ക് അക്ക പെറുക്കാൻ കിട്ടും. അപ്പോൾ ഞാൻ അടുത്ത ഞായറാഴ്ച അത് പെറുക്കാനായിട്ട് വരാമെന്നും പറഞ്ഞാണ്ടാണ് പോരുന്നത് കേട്ടോ. പ്രാവശ്യം താത്താൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടപ്പോൾ തിരിച്ചു വന്നിട്ട് ഇതാ അവളോട് ചാറ്റിയും പറഞ്ഞ് ഇറങ്ങണം. കാരണം കുറേ ടൈമായി. ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു പോരാൻ നമുക്ക് വെറുതെ ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് വരാൻ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ ഇവിടെ എത്തി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പോക്ക് കണക്കാ. കാരണം പിന്നെ തിരിച്ചു പോരുന്ന വൈദ ഈ ഒരു ജ്യൂസ് വാങ്ങി കുടിച്ചിട്ട് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളെ കോസ്റ്റ്യൂം ഇതാണ്. ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒരു റീലും കൂടി എടുക്കാൻ പറഞ്ഞിട്ട് തന്നെ പുറത്തിറങ്ങിയത്. ഫസ്റ്റ് ഞങ്ങൾ താത്താടക്ക് പോണീൻ്റെ മുന്നേ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് പോയത്. നമ്മൾ പോത്തോക്കി ഡാമാണ് ഇവിടെ ഭയങ്കര രസമാണ് വീഡിയോ എടുക്കാനും കാണാനും ഒക്കെ. ഫസ്റ്റ് അവിടെ പോയി. പിന്നെ അവിടുന്ന് തിരിച്ചു വരുന്ന വഴി ഒരു വീട്ടിൽ കയറിയാണ്ട് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു റീൽസിന് വേണ്ടിയിട്ട്. പിന്നെയാണ് താത്താടക്ക് പോയത് കേട്ടോ. അപ്പോൾ എന്തായാലും ഡ്രസ്സ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.